BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. CJPയുടെ പാർലമെന്റ് മാർച്ച്. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ പരിക്കേറ്റത് 5 പേർക്ക്. പരീക്ഷാ ക്രമക്കേടുകൾ തടയുവാനുള്ള ബില്ല് ഇന്ന് പാർലമെന്റിൽ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കും വിവാദങ്ങൾക്കുമിടെ പരീക്ഷാ ക്രമക്കേടുകൾ തടയുവാനുള്ള ബില്ല് ഇന്ന് പാർലമെന്റിൽ. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പൊതുപരീക്ഷാ നിയമന ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കും. പരീക്ഷാ ക്രമക്കേടിൽ കർശന ശിക്ഷാ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിൽ ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാകുമെന്നാണ് സൂചന. രാജിക്ക് പിന്നാലെ പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്യുവാൻ പ്രതിപക്ഷ കക്ഷികൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഓഫീസിൽ രാവിലെ യോഗം ചേരും. അയോധ്യ രാമക്ഷേത്ര കൊള്ള, E20 പെട്രോൾ അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കുവാൻ പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. യുക്രൈൻ ആക്രമണത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകും മുന്നറിയിപ്പുമായി ഇറാൻ. കാസ്പിയൻ കടലിൽ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ യുക്രൈൻ ആക്രമണത്തിന് കനത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണമെന്നും ഇതിന് കൃത്യമായ മറുപടി നൽകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. ഇസ്രായേലിനെതിരെ പാറ പോലെ ഉറച്ചു നിൽക്കുവാൻ ഹിസ്ബുല്ലയ്ക്കാവുന്നു, പ്രകീർത്തിച്ച് മുസ്തഫ ഖമനേയി. ഹിസ്ബുല്ലയെ പ്രകീർത്തിച്ച് ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയി. ഇസ്രായേലിനെതിരെ പാറ പോലെ ഉറച്ചു നിൽക്കുവാൻ ഹിസ്ബുല്ലയ്ക്കാവുന്നുണ്ടെന്ന് ഖമനേയി പറഞ്ഞു. ഹിസ്ബുല്ലയെ പ്രതിരോധിക്കുന്നത് ഒരു തന്ത്രപരമായ കടമയായി ടെഹ്റാൻ കണക്കാക്കുന്നുവെന്ന് ഖമനേയി വ്യക്തമാക്കി. US-ഉമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏത് കരാറിലും ലബനന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം പൂർണ്ണമായും നിരുപാധികമായും അവസാനിപ്പിക്കുക എന്നത് ഒരു നിബന്ധനയായി മുന്നോട്ട് വയ്ക്കുമെന്നും മുസ്തഫ ഖമനേയി പറയുന്നു. എക്സ്പോസ്റ്റിലൂടെയാണ് പ്രതികരണം. പ്രധാനമന്ത്രിക്കെതിരായ പരാമർശം. ജാൻമണിക്കെതിരെ പരാതി നൽകി BJP. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിക്കെതിരെ പരാതി നൽകി BJP. സംസ്ഥാന വ്യാപകമായി വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകുവാനാണ് പ്രവർത്തകരോട് ആഹ്വാനം. പ്രധാനമന്ത്രിയെയും മാതാവിനെയും കുറിച്ച് അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം നടത്തി എന്നാണ് പരാതിയിൽ പറയുന്നത്. ജാൻമണിക്കെതിരെ ക്രിമിനൽ കേസെടുക്കും എന്നാണ് ആവശ്യം. ഇന്ന് രാവിലെയോടുകൂടി പരാതി നൽകുവാൻ BJP സംസ്ഥാന നേതൃത്വം തയ്യാറെടുക്കുന്നുണ്ട്. ചിത്രം കണ്ട് വീഴല്ലേ. മുഖ്യമന്ത്രിയുടെ ചിത്രം ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം. 5000 രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുമെന്ന് വ്യാജ പ്രചാരണം. മുഖ്യമന്ത്രി VD സതീശന്റെ ചിത്രവും സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ചിഹ്നവും ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം. ജൻധൻ യോജന വഴി 5000 രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും എന്ന് പ്രചരിപ്പിച്ചാണ് തട്ടിപ്പിന് ശ്രമം. സാമൂഹിക മാധ്യമം കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് ശ്രമം. ജൻധൻ യോജന 2014 കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ്. 5000 രൂപ അക്കൗണ്ടിലേക്ക് ലഭിക്കും എന്ന ഉറപ്പിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകിയാൽ തട്ടിപ്പിനിരയാകും. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. സ്വരമധുരമായ ഒരു സംഗീത നദി. മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്രയ്ക്ക് ഇന്ന് 63ാം പിറന്നാൾ. 4 പതിറ്റാണ്ടിലേറെയായി മലയാളി മനസ്സുകളെ തൊട്ടുണർത്തിക്കൊണ്ട് ഒഴുകുകയാണ് ചിത്ര എന്ന സംഗീത നദി. മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്രയ്ക്ക് ഇന്ന് 63ാം പിറന്നാൾ. ആഴവും പരപ്പും ആർദ്രതയുമുള്ള ആലാപനമാണ് KS ചിത്രയുടെ സവിശേഷത. ഇസ്രായേലുമായി സുരക്ഷാ കരാറിനൊരുങ്ങി സിറിയ. പ്രധാന രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ച. ഇസ്രായേലുമായി സുരക്ഷാ കരാറിനൊരുങ്ങി സിറിയ. ചില പ്രധാന രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നത്. എന്നാൽ ഗോലാൻ കുന്നുകൾക്ക് മേലുള്ള സിറിയയുടെ അവകാശത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് പ്രസിഡന്റ് അഹമ്മദ് അൽ റഷ വ്യക്തമാക്കി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.